ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ വീടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട് ഭാഗത്തായിട്ട് ഇതുപോലെയാണ് ഉള്ളത് കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു ഹാങ്ങിങ് ആയിട്ട് ഇങ്ങനെ ഒരു സാധനം കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അകത്ത് കയറിയാൽ ആദ്യം സോഫയൊക്കെ ഈ ഒരു സൈഡിലേക്കായിട്ടാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ മുമ്പത്തെ വീടൊന്ന് ജസ്റ്റ് ഒന്ന് പഴയ വീടൊന്ന് ജസ്റ്റ് ഒന്ന് പുതുക്കി എടുത്തതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ബെഡ്റൂമും കൂടി കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ മുമ്പുണ്ടായതല്ല, ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതുപോലെ ഒരു റൂമും കൂടി ഉണ്ട്. പിന്നെ ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് വലുപ്പത്തിൽ തന്നെ ഉള്ള ഒരു റൂമാണ്. പിന്നെ നമ്മൾ ഇത് പഴയ വീടായതുകൊണ്ട് മുമ്പത്തെ വീടൊക്കെ റൂമൊക്കെ ചെറിയതായിരിക്കുമല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ ഇതിന്നും ഒരു ബാത്റൂമും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെറിയ കുഞ്ഞുണ്ടാകുമ്പോൾ എടുത്ത വീടാണ് കേട്ടോ, വെച്ച വീടാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ടാണ് തറവാട് വരുന്നുള്ളത്. പിന്നെ മൂത്താൻ്റെയും അളപ്പാൻ്റെയും അങ്ങനെ എല്ലാവരും വീടും അടുത്തടുത്ത് തന്നെയാണ്. എൻട്രൻസ് നിന്നാണ് ഇതൊക്കെ വരുന്നുള്ളത് കേട്ടോ. ബെഡ്റൂം 2 ബെഡ്റൂം വരുന്നുള്ളത്. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഡൈനിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുമ്പ് ഉണ്ടായ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് പൊളിച്ച് ഇങ്ങനെ ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ വീട് വന്നിട്ട് 10-35 കൊല്ലം മുമ്പ് പഴക്കമുള്ള ഒരു വീടാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് തട്ടി പുതുക്കി ഒന്ന് ശരിയാക്കി എടുത്തതാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഡൈനിങ്ങും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒന്ന് ഖുർആൻ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്തുള്ള റൂമാണ്. അപ്പോൾ ഇതൊരു റൂമാണ് കേട്ടോ. പിന്നെ നേരെ പോയാൽ പിന്നെ ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഹാളിൽ നിന്ന് തന്നെ നമുക്ക് 3 ബെഡ്റൂമുണ്ട്. പിന്നെ കിച്ചണിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വേറൊരു ബെഡ്റൂമും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ 4 ബെഡ്റൂമുണ്ട്. അപ്പോൾ ഇത് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ബെഡ്റൂമാണ്. അപ്പോൾ പഴയ പണ്ടത്തെ ഒരു സ്റ്റൈലിലുള്ളതാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയാൽ 2 ബാത്റൂം ഉണ്ട് കേട്ടോ. അപ്പോൾ കിച്ചണിൻ്റെ ഇപ്പുറത്തെ സൈഡായിട്ട് ഒരു ബാത്റൂമാണ്. പിന്നെ കിച്ചണിലെ പുറത്തേക്ക് പോകുന്ന ആ ഒരു സൈഡിലായിട്ടൊരു ബാത്റൂം കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കിച്ചണാണ് കേട്ടോ. അപ്പോൾ കിച്ചണിൽ നിന്ന് നേരെ പോയാൽ ഇവിടെ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹാളിൽ നിന്ന് താഴെ ഇറങ്ങുന്ന സൈഡിലായിട്ട് പിന്നെ ഒരു ബാത്റൂമും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മുമ്പുള്ള ബാത്റൂമാണ്. ഇതൊന്ന് നമ്മൾ വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. മുമ്പ് ഓടായിരുന്നു. പിന്നെ പുറത്ത് കിച്ചണാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ കുറച്ചായിട്ട് ഷീറ്റ് ഇട്ടിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ കിച്ചണിലാണ് ഇപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. മറ്റേ കിച്ചണിൽ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. ചായയോ അങ്ങനെ എപ്പോഴെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും, അങ്ങനെയാണ്. പിന്നെ ഈ കിച്ചണിൽ നേരെ പുറത്തേക്ക് വരുമ്പോൾ ഒരു വലിയ സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മൾ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഒത്തുകൂടുമ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കലാണ്. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മുറ്റത്ത് തന്നെ ഒരു കിണറും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ കുടിക്കാൻ വെള്ളമൊക്കെ ഇതിൽ നിന്നാണ് കോരിയെടുക്കാറുള്ളത് കേട്ടോ. നമ്മൾ മോട്ടറിലിട്ട് പൈപ്പിൽ ടാങ്കിൽ കയറ്റിയ വെള്ളം എടുക്കാറില്ല, കുടിക്കാറില്ല കേട്ടോ. നമ്മൾ കോരിയിട്ടാണ് കുടിക്കാറുള്ളത്. പിന്നെ ഇതൊക്കെ നമ്മുടെ സ്ഥലമാണ്. ഇപ്പോൾ അവിടെ വാഴയും കവുങ്ങ് അങ്ങനെയൊക്കെ കുറേ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എൻ്റെ ഉമ്മാൻ്റെ കോഴിയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ തന്നെ ഈ കൂട് ഉണ്ടാക്കി അതിൽ കോഴി വളർത്തുന്നതാണ്. നമ്മൾ പുറത്തൊന്നും കോഴി വിടാറില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിക്കൂട്. അപ്പോൾ ഇതിൽ കുറേ കോഴിയുണ്ട് കേട്ടോ. ഹൈറ്റായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കോഴിക്കൂട് കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ കോഴികളൊക്കെ ഉണ്ട്. അകത്തൊക്കെ ആയിട്ട് മുകളിലും താഴെയൊക്കെ ആയിട്ട് 2 സൈഡിലാക്കിയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തൊന്നും ഇളക്കാതെ അങ്ങനെ പോറ്റുന്ന കോഴിയല്ല. അപ്പോൾ കുറച്ച് സ്പേസ് നല്ല പോലെ ആക്കി ചെയ്തെടുത്തതാണ്. പിന്നെ ഉമ്മാൻ്റെ ഒരു ഐഡിയ ആണ്. പുല്ലൊന്നും ഇങ്ങനെ കെട്ടിത്തൂക്കി കൊടുക്കും, അതിന് പുറത്തൊന്നും വിടുന്നില്ലല്ലോ. അങ്ങനെ ഇതൊക്കെ നമ്മുടെ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഉപ്പയുടെ വാഴയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇത് നമ്മൾ ചെറിയൊരു വിറകൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കെട്ടിയൊരു ഒരു
വീട് എന്ന് പറയാം, അല്ല ഒരു കുഞ്ഞിപ്പുര എന്ന് പറയാം. പിന്നെന്താ, ഇതൊക്കെ നമ്മുടെ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഫ്രണ്ട് കിച്ചണിൻ്റെ സൈഡായിട്ട് വരുന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.